മലയാളികൾ ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന ദൃശ്യം 3 റിലീസായി. ആദ്യ ദിനം തന്നെ ലഭിക്കുന്നത് വൻ വരവേൽപ്പാണ്. മോഹൻലാലിൻ്റെ 66-ാം പിറന്നാൾ ദിനത്തിൽ തന്നെ ചിത്രം പുറത്തിറങ്ങിയതും ആരാധകർക്ക് ഇരട്ടി മധുരമായി. തൊടുപുഴയിലെ നാട്ടിൻപുറത്തുകാരനായ ജോർജ് കുട്ടിയും കുടുംബവും 5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് പ്രേക്ഷകരിലേക്ക് വീണ്ടും എത്തുന്നത്. ആദ്യ 2 ഭാഗങ്ങൾക്ക് ലഭിച്ചതിന് സമാനമായ പ്രതികരണമാണ് സിനിമയുടെ 3-ാം ഭാഗം കണ്ടിറങ്ങിയവരും പങ്കുവയ്ക്കുന്നത്. കൊച്ചിയിലെ കവിതാ തിയേറ്ററിലാണ് മോഹൻലാൽ അടക്കമുള്ള താരങ്ങളും അണിയറ പ്രവർത്തകരും സിനിമ കാണാനെത്തിയത്. സിനിമയ്ക്ക് ശേഷം ആരാധകരോടൊപ്പം കേക്ക് മുറിച്ച് പിറന്നാൾ ആഘോഷിച്ചതിന് ശേഷമാണ് മോഹൻലാൽ മടങ്ങിയത്. തിയേറ്ററുകളിൽ തകർത്താടുന്ന ദൃശ്യം 3യുടെ വിശേഷങ്ങൾ നമുക്ക് പരിശോധിക്കാം. ആദ്യം കാണാം ആദിഫ്ര. 5 വർഷത്തിന് ശേഷം ജോർജ് കുട്ടിയും കുടുംബവും വീണ്ടും പ്രേക്ഷക മനസ്സ് കീഴടക്കുകയാണ്. ആദ്യ 2 ഭാഗങ്ങൾക്ക് കിട്ടിയതിനേക്കാൾ സ്വീകരണമാണ് ദൃശ്യം 3ക്ക് തിയേറ്ററുകളിൽ നിന്ന് ലഭിക്കുന്നത്. മോഹൻലാലിന്റെ പിറന്നാൾ ദിനത്തിലെ റിലീസ് ആഘോഷങ്ങൾക്ക് പകിട്ട് വർദ്ധിപ്പിച്ചു. എറണാകുളം കവിതാ തിയേറ്ററിൽ രാവിലെ 8 മണിക്ക് നടന്ന ഫാൻ ഷോയിൽ സിനിമ കാണാൻ മോഹൻലാൽ എത്തിയതോടെ ആരാധകരുടെ ആവേശം വാനോളമായി. സിനിമ കണ്ട് പുറത്തിറങ്ങിയവരെല്ലാം ഏറെ മികച്ച അഭിപ്രായങ്ങളാണ് പങ്കുവച്ചത്. സ്ഥിരം ജീത്തു ജോസഫ് സിനിമകൾ പോലെ ആദ്യ പകുതി പതുക്കെയാണ് മുന്നോട്ട് പോയതെങ്കിലും 2ാം പകുതി ട്വിസ്റ്റുകളും ത്രില്ലറുകളും കൊണ്ട് നിറഞ്ഞു. ഇടവേളയ്ക്ക് ശേഷം തിയേറ്ററിൽ ആർപ്പുവിളികളുടെ പൂരം തീർത്തു. ഗംഭീര ത്രില്ലറിനുമപ്പുറം ജോർജ് കുട്ടി എന്ന നാട്ടുംപുറത്തുകാരന്റെ മാറിമറയുന്ന വൈകാരിക ഭാവങ്ങളെല്ലാം ചിത്രം നന്നായി ഒപ്പിയെടുത്തിട്ടുണ്ട്. പതിവ് പോലെ ക്ലൈമാക്സും പ്രതീക്ഷകൾ തെറ്റിച്ചില്ല. 29 കോടി രൂപയുടെ പ്രീ റിലീസ് ബുക്കിംഗ് നേടിയ ദൃശ്യം 3 നിലവിലെ കളക്ഷൻ റെക്കോർഡുകളെല്ലാം തകർത്തേക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് അണിയറ പ്രവർത്തകർ. എന്തായാലും പിറന്നാൾ ദിനത്തിൽ മറ്റൊരു സൂപ്പർ ഹിറ്റ് ചിത്രം ലഭിച്ചതിന്റെ സന്തോഷത്തിലായിരുന്നു മോഹൻലാലും ആരാധകരാകെയും. ആദിക്സ്ര, ന്യൂസ് മലയാളം. മോഹൻലാലിൻ്റെ പിറന്നാളാണ് 66-ാം പിറന്നാൾ. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഹിറ്റുകളിൽ ഒന്നായ ദൃശ്യത്തിൻ്റെ 3-ാം ഭാഗം എത്തിയിരിക്കുന്നു. ഈ അവസരത്തിൽ ഈ സിനിമയെക്കുറിച്ച്, ഈ സിനിമയുടെ സാധ്യതകളെക്കുറിച്ച്, മോഹൻലാലിനെ കുറിച്ചൊക്കെ പറയാൻ മോഹൻലാൽ ഫാൻസ് അസോസിയേഷൻ്റെ അഖിലേന്ത്യാ പ്രസിഡൻ്റായിട്ട് വേണമെങ്കിൽ നമുക്ക് ഉറപ്പിക്കാവുന്ന ഈ സനീഷിനെ ക്ഷണിക്കുന്നു. ഞാൻ മോഹൻലാലിനെ പണ്ട് വിമർശിച്ചിട്ടുണ്ട്. അത് മോഹൻലാൽ ഫാൻസ് എന്നോട് ദേഷ്യമുണ്ടെന്നുള്ള ഒരു വർഷം ഓർക്കണം. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്നാലും ഞാൻ മോഹൻലാൽ ഫാനാണ്. പക്ഷേ ഇതിനകത്ത് ദൃശ്യം ഭയങ്കര ഹിറ്റായിട്ട് ഓടുകയാണെന്നാണ് പറയുന്നത്. 3 അതായത് 1ഉം 2ഉം ഒന്നും അല്ലാത്ത തരത്തിലുള്ള ചില മൊമെൻറ്റ്സ് കൂടെ 3യിലുണ്ട് എന്നാണ് പറയുന്നത്. വൻ ഹിറ്റാണ്. എന്തായാലും നെഗറ്റീവായിട്ട് ആളുകളൊന്നും പറയുന്നില്ല. അപ്പോൾ ആദ്യ പകുതി കുറച്ച്, ഞാനിപ്പോൾ നമ്മൾ രണ്ടുപേരും കണ്ടിട്ടില്ല, ആദ്യ പകുതി കുറച്ച് ഒന്ന് സ്ലോ ആയിട്ടാണ് പോകുന്നതെങ്കിൽ സെക്കൻഡ് പകുതിയിലും ഹാഫിലും ഈ പറയുന്ന ക്ലൈമാക്സിലൊക്കെ ഗംഭീര മൊമെൻറ്റ്സ് ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഈ ദൃശ്യം എപ്പോഴും നല്ല മോഹൻലാലിൻ്റെ ഏറ്റവും മികച്ച പെർഫോമൻസുള്ള സിനിമകളേ അല്ല 3ഉം. ഏറ്റവും മികച്ച പെർഫോമൻസുള്ള സിനിമകൾ മോഹൻലാലിൻ്റെ വേറെ സിനിമകളാണല്ലോ. അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഗംഭീരമായ പഴുതടച്ച സിനിമകളാണിതെല്ലാം എന്നും പറയാനും പറ്റില്ല. മറ്റു തരത്തിലുള്ള എൻ്റർടൈൻമെൻറ്റ്സ് ഉള്ള ഒരുപാട് ഗംഭീരമായുള്ള പടങ്ങൾ അദ്ദേഹത്തിനുണ്ട്. പക്ഷേ ദൃശ്യം കേരളത്തിൻ്റെ നമ്മുടെ സാമൂഹ്യ മനസ്സിൻ്റെ ഒക്കെ ഭാഗമായിട്ട് അങ്ങ് മാറി. ദൃശ്യം ജോർജ് കുട്ടി എന്നൊക്കെ പറഞ്ഞാൽ, ദൃശ്യത്തിലെ ജോർജ് കുട്ടി എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ അപ്പുറത്തെ വീട്ടിലൊരാളെ പോലെ നമുക്ക് അപ്പം അറിയാം. 3 വർഷത്തിൽ 1-2 തവണ ദൃശ്യം മോഡൽ കൊലപാതകം വാർത്തയും വായിക്കാറുണ്ട്. ദൃശ്യം മോഡൽ കൊലപാതകം എന്ന് അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ട് അങ്ങ് പോയി. അപ്പോൾ അതിനകത്ത് പക്ഷേ ഈ ദൃശ്യത്തിനകത്ത് മോഹൻലാൽ പണ്ട് മുതലേ മോഹൻലാലാക്കിയ കുറേ സംഗതികൾ എലമെൻസ് ഉണ്ട്. അതായത് മൂപ്പര് കുടുംബ പ്രേക്ഷകരുടെ ആളായിരുന്നല്ലോ. ആദ്യകാലത്ത് ചെറുപ്പക്കാരനായിട്ടുള്ള മകനായിട്ട്, പിന്നീട് ഭർത്താവായിട്ട്, അങ്ങനെ എല്ലാ തരത്തിലും ഒരു കുടുംബ പ്രേക്ഷകരുടെ ആൾ കൂടിയായിട്ടാണ് അദ്ദേഹം വന്നത്. അപ്പോൾ ആ കുടുംബം എന്ന സംഗതി ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട 2 പെൺകുട്ടികളും ഭാര്യയുള്ളൊരു കുടുംബം. അതിനകത്ത് ഒരു പുരുഷ രൂപമായിട്ട്, എല്ലാവരും രക്ഷിക്കുന്ന പുരുഷ രൂപമായിട്ട് അദ്ദേഹം നിൽക്കുകയാണ്. അത് ഈ അദ്ദേഹത്തിൻ്റെ പല പടങ്ങളിലുള്ള മാസ് അടിച്ചു പിടിച്ചിട്ടൊന്നുമല്ല, അദ്ദേഹത്തിൻ്റെ ബൗദ്ധിക ശേഷി കൊണ്ട് നേടുന്നു എന്നാണല്ലോ. അപ്പോൾ അതിനകത്ത് ഈ പ്രൊമോ ഇതിൻ്റെ ടീസറും ട്രെയിലറും ഒക്കെ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് ആദ്യ 2 മാറിയിട്ട് ഇതിനകത്തൊരു കുറ്റബോധത്തിലേക്ക് ഇദ്ദേഹം പോവുകയാണോ. സിനിമ കണ്ട കുറേ ആളുകൾ നമ്മൾ ചർച്ച ഉണ്ടാവും, പക്ഷേ നമ്മൾ കാണാത്തതുകൊണ്ട് ഇതിലേ പറയാൻ പറ്റും. അതിനകത്ത് എൻ്റെ ശത്രു ഞാൻ തന്നെയാണെന്നോ മറ്റോ അതിൻ്റെ അകത്ത് പ്രൊമോ പറയേണ്ടതെന്ന് വെച്ചാൽ, ആദ്യമൊക്കെ ഇതിനെ ഗംഭീരമായിട്ട് മറികടന്ന ഈ ജോർജ് കുട്ടിയും ആത്യന്തികമായിട്ടൊരു മനുഷ്യനെ കൊല്ലാനുള്ള വർഷമാണ് ചെയ്തിരിക്കുന്നത്. എന്ത് ന്യായീകരണം പറഞ്ഞാലും. അപ്പോൾ അങ്ങനെ ഒരു കുറ്റബോധത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നു എന്ന് അവനവനാൽ തന്നെ ഒരു മനുഷ്യനെ, അങ്ങനെ ഒരുപാട് സിനിമകൾ ലോക സിനിമയിൽ ഇറങ്ങിയിട്ടുണ്ട്. അതായത് ഒരു മനുഷ്യനെ കൊന്നിട്ട് ഈ പറയുന്ന ലോകത്തിലെ അറേബ്യയിലെ മുഴുവൻ ഇതുകൊണ്ടും കഴുകിയാൽ പോലും ഒരു മനുഷ്യനെ കൊല്ലുക എന്ന് വെച്ചാൽ, സഹജീവിയെ കൊല്ലുക എന്ന് വെച്ചാൽ അത് ഏറ്റവും വലിയ ക്രൈമാണ് എന്നാണല്ലോ. അപ്പോൾ അതിൻ്റെ കുറ്റബോധത്തിൽ നീറുന്നു എന്ന സംഗതിയിലേക്ക് കൂടെ ഇത് വരുന്നുണ്ടോ
എന്നെനിക്ക് സംശയമുണ്ട്. ഏതായാലും അത് കൂടുതൽ പറയുന്നില്ല. അതിലൊരു കൗതുകം, സന്തോഷകരമായ കാര്യം, നമ്മുടെ ഓഫീസിലാണ് അതിൻ്റെ കുറേ ഷൂട്ടുകൾ നടന്നിരിക്കുന്നത്. അതായത് അതിൽ ദൃശ്യം കേരളത്തിലെ ഏറ്റവും വലിയ വമ്പൻ ഹിറ്റുകളിലൊന്നാണ് സിനിമ എന്ന നിലക്ക്. വലിയ ദൃശ്യം എന്ന് വെച്ചാൽ അതൊരു എല്ലാ ഭാഷകളിലേക്കും പോയി ഇന്ത്യക്കകത്ത് തന്നെയും പോയൊരു സിനിമ. എങ്ങനെ വന്നാലും ജയിക്കും എന്ന് ഉറപ്പുള്ളൊരു സിനിമ ഇവിടെ എത്രയെത്ര മഹാമാധ്യമങ്ങളുണ്ടെന്ന് ആലോചിക്കണം. ദൃശ്യത്തിൻ്റെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ദൃശ്യത്തിൻ്റെ പിന്നണിക്കാർ വന്ന് സമീപിച്ചത് നമ്മളെയാണ്. ഇങ്ങോട്ട് വന്ന് വിളിക്കുകയായിരുന്നു, ഇങ്ങോട്ട് വന്ന് ഞങ്ങൾക്കൊരു അവസരം തരാമോ എന്ന് ചോദിച്ചു. പക്ഷേ അത് കണ്ടിറങ്ങിയ ഒന്ന് രണ്ട് സുഹൃത്തുക്കൾ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു, ഇത് നിങ്ങൾക്ക് അത്ര ഇഷ്ടപ്പെടില്ല, നിങ്ങളുടെ ചാനലൊക്കെ ഈ സിനിമയിലുണ്ട്, പക്ഷെ നിങ്ങൾക്ക് അത്ര ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല ഇത് കണ്ടാൽ. ഞാൻ പറഞ്ഞു ഫിക്ഷൻ. ആ കാര്യം ഞാനും കേട്ടു. അതായത് നമ്മൾ കഥ പറയുന്നതല്ല ഇതിനകത്ത്, പക്ഷെ അത് ഒരു കൊലപാതകമാണ് ഇദ്ദേഹം നടത്തിയിരിക്കുന്നത്. അതിനെ തുടർന്ന് വരുന്ന ഒരു സമൂഹ പ്രതിനിധാനത്തെ എടുത്തൊരു സ്ഥലത്തെ ഫിക്സ് ചെയ്യാൻ മാധ്യമങ്ങൾ, ഇത്രമാത്രം വലിയ മാധ്യമങ്ങളുണ്ടായിട്ടും നമ്മളെ സെലക്ട് ചെയ്തു, നമ്മളോട് അവരിങ്ങോട്ട് ചോദിച്ചു എന്നുള്ളത് വലിയ കാര്യമായിട്ടാണ്. അത് നമ്മൾ ഈ സിനിമയിൽ, പിന്നെ സിനിമക്കകത്ത് സിനിമയാണല്ലോ നമ്മുടെ മലയാളി രൂപീകരിച്ചൊരു വലിയ സംഭവം. അത് 10-20 വർഷങ്ങൾക്ക് അപ്പുറത്തേക്കൊക്കെ നോക്കുമ്പോൾ എന്തായിരിക്കും അതിൻ്റെ ഒരു ഗരിമ എന്ന് ആലോചിച്ച് നോക്കും. അല്ല, നമ്മളിപ്പോൾ അധികം പറയണ്ട, സിനിമ കണ്ടിട്ടില്ലല്ലോ, ഒത്തിരി സ്വയം പൊക്കണ്ട. ഓഗസ്റ്റ് 2 പാറേപ്പള്ളിയിൽ ധ്യാനത്തിന് പോയ ജോർജ് കുട്ടിയും കുടുംബവും പ്രേക്ഷകരെ ഞെട്ടിക്കാൻ വീണ്ടും എത്തിയിരിക്കുകയാണ്. വരുണിൻ്റെ കൊലപാതകത്തിൽ ജോർജ് കുട്ടിയും കുടുംബവും കുടുങ്ങുമോ, അതോ വെറും 4ാം ക്ലാസ്സുകാരൻ്റെ ബുദ്ധിയിൽ വീണ്ടും സസ്പെൻസുകൾ ഉണ്ടാകുമോ എന്നൊക്കെ അറിയാൻ അടുത്തുള്ള തിയേറ്ററിൽ പോയി തന്നെ ദൃശ്യം 3 കാണണം. തൻ്റെ കുടുംബത്തെ രക്ഷിക്കാൻ ഒരു സാധാരണക്കാരനായ മനുഷ്യൻ നിയമവ്യവസ്ഥയോടും പോലീസിനോടും നടത്തുന്ന പോരാട്ടം എന്തൊക്കെയാണെന്നും കണ്ടു തന്നെ അറിയണം. എന്തായെങ്കിലും പ്രേക്ഷകരെ ജിത്തു ജോസഫ് ഒട്ടും നിരാശപ്പെടുത്തിയിട്ടില്ല എന്ന് മാത്രം തൽക്കാലം പറഞ്ഞ് അവസാനിപ്പിക്കുന്നു.